കേരളത്തിലെ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കർണാടകയിലെ ലാൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലും അത് എടുത്ത് അലക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞിടത്തോളം, അതായത് ഇത് ഈ ഇഷ്യൂ പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുന്നത് BJPക്കാർ തന്നെയാണ്, അല്ലാതെ ഇതിനകത്ത് കോൺഗ്രസ്സുകാരനും CPM-കാരനും യാതൊരു റോളുമില്ല. അതായത് കേരളത്തിലെ BJPയുടെ പല നേതൃത്വം ഉണ്ടായിരുന്നു, പഴയ നേതൃത്വം, അതേപോലെ തന്നെ വളരെ സീനിയർ ലീഡേഴ്സ്. ഇവരുമായിട്ട് ഒന്നും രാജീവ് ചന്ദ്രശേഖരൻ ജെല്ല് ചെയ്ത് പോകുന്നില്ല. ഇവരൊക്കെ പറയുന്ന മേജറായിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് രാജീവ് വന്ന ശേഷം അത് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ശതമാനം, ഭൂരിഭാഗവും, അതായത് ലാൻഡ് ഷെയറും ഈ നായർ കമ്മ്യൂണിറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്, അപ്പർ കാസ്റ്റിന്. ഈഴവ കമ്മ്യൂണിറ്റി ഇഗ്നോർ ചെയ്തു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പഴയ പ്രസിഡന്റ് ആണെങ്കിലും കേരളത്തിനുണ്ടായിരുന്ന പഴയ കേന്ദ്രമന്ത്രിയാണെങ്കിലും ഒക്കെ ഏത് കാസ്റ്റാണ്. അപ്പം ഇതിൽ ഒരു നായർ വേഴ്സസ് ഈഴവ കാസ്റ്റ് ഈ BJPക്കകത്ത് ഈ രാജീവ് വന്ന ശേഷം വളരെ ഭയങ്കരമായിട്ടങ്ങ് കൂടി. ഇപ്പോൾ സുരേന്ദ്രൻ ഇരുന്ന സമയത്തും നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്തൊരു നായർ ലോബി ശക്തമായിട്ട് സുരേന്ദ്രനെ എതിർക്കുന്നവരുണ്ട്. അവർ വേണ്ടാത്ത വാർത്തകളും എല്ലാം സുരേന്ദ്രനെതിരെ വെച്ചടിച്ചിരുന്നു. തിരിച്ച് രാജീവ് വന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ സ്ഥിതി ഉണ്ടായി. പിന്നെ രാജീവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാജീവ് ചന്ദ്രശേഖർ ബേസിക്കലി ഒരു ടെക്നോക്രാറ്റാണ്. അയാള് ഈ BPLുമായിട്ട് അയാളുടെ ബിസിനസ്സുമായിട്ട് ബാംഗ്ലൂർ കൂടിയിരുന്നു. അതിനകത്ത് ഈ ലാൻഡ് ഇതുണ്ടായത് ഒരു BJP നേതാവിൻ്റെ ഒരുപെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഇതിനകത്തെ അവരുടെ രാഷ്ട്രീയവും ഇടപെടലും ഇത് സ്വാഭാവികമായിട്ടും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവമാണ്. അത് ബേസിക്കലി സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത് ചുമ്മാതാ, കളവാ. അത് ഞാനെപ്പറ്റി അന്വേഷിച്ചു. അതായത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർ ഈ ലാൻഡ് കൊടുത്തു അവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് ലാൻഡ് കൊടുക്കുന്നത്. 1 ഏക്കറിന് 1 ലക്ഷം രൂപ വെച്ച് ഏകദേശം 170 ഏക്കർ ആദ്യം കൊടുക്കുന്നു. 2000 ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറിലോ വരുന്ന സമയത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ചർച്ച് സ്ട്രീറ്റിലാണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് ഏകദേശം 16 വർഷം ഈ സംഭവം ഒന്നും തുടങ്ങിയില്ല. എന്നിട്ട് ഇത് മറ്റുള്ള കമ്പനികൾക്ക് മറച്ചു വിട്ടു. അതായത് പ്രൈമറി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കോടതിയിൽ പോയാൽ അതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇതിനകത്ത് പ്രൈമറി ആയിട്ട് ഈ സാധനം ലാൻഡ് വാങ്ങിയതും ഇത്ര വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ പേരിലാണ് വിൽക്കുന്നത്. ഇത് പക്ക റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടത്തിയിരിക്കുന്നത്, അല്ലെ വേറൊന്നുമല്ല. ബിസിനസ്സുകാരത് യൂഷ്വലി ചെയ്യുന്ന പരിപാടിയാ. അവർ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ പലയിടത്തും ലാൻഡ് മേടിക്കുന്നു, ബിസിനസ് അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അവിടെയൊക്കെ സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ലാൻഡ് മേടിക്കുന്നത്, അല്ലാതൊന്നും കൊടുക്കത്തൊന്നുമില്ല. അവിടെ കൈക്കൂലി കൊടുത്തൊക്കെ തന്നെയാണ് ഈ ലാൻഡ് വാങ്ങിയത്. എന്നിട്ടിത് പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്ത് പവർ ഓഫ് അറ്റോർണി ആയിരുന്നു, ലീസിനെടുത്ത് ഈ ലാൻഡ് മാറ്റിയെടുത്തു. അന്ന് വലിയ വിവാദമായിരുന്നു കർണാടകയിൽ. ഇവിടെ കർണാടക നിയമസഭയിലും മറ്റുള്ള കോർട്ടിലൊക്കെ അറിയാം. നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ബിസിനസ്സുകാർക്ക് ശരിക്കും അറിയാം. അതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൻ തെറ്റുകാരനാണോ? അയാൾ തെറ്റുകാരനാണ്. അതേപോലെ ആയിരക്കണക്കിന് പേര് ഇത് ചെയ്യുന്നവരുണ്ട്. ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ലീസ് ലാൻഡ് കൺവേർട്ട് ചെയ്ത് സ്വന്തം ഇതാക്കിയിട്ട് എന്നിട്ട് ആൾക്കാർക്ക് പീസായിട്ട് വിൽക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഹ്യൂജ് ഒരു എമൗണ്ട് ലാഭം കിട്ടി. ഏകദേശം 6-6.5 കോടിക്ക് ലാൻഡ് മേടിച്ചിട്ട് വിൽക്കുമ്പോൾ 16 വർഷം കൊണ്ട് 350 കോടി രൂപ ലാഭം. ഏത് ബിസിനസ് ചെയ്താലേ കിട്ടുന്നേ? നിങ്ങൾ ആലോചിക്കുക, ഏത് ബിസിനസ്? 6-6.5 കോടിക്ക് ലാൻഡ് മേടിച്ചിട്ട് 16 വർഷം കഴിയുമ്പോൾ 350-400 കോടിക്ക് അത് വിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് ബിസിനസ് ചെയ്താൽ കിട്ടത്തില്ല. ലാൻഡിലേ കിട്ടത്തില്ല. ആ സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലിബറലൈസേഷനൊക്കെ ശേഷം ലാൻഡിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ടങ്ങ് കൂടി. കാരണം IT അത് ഇത് ഇന്ത്യയിൽ ബിസിനസ് ബൂമുണ്ടായി. അപ്പോൾ ഈ ലാൻഡിൻ്റെ വാല്യൂ കൂടി. ഇപ്പം വെറുതെ കിടന്ന ലാൻഡിൻ്റെ ഒക്കെ വാല്യൂ ഭയങ്കരമായിട്ടല്ലേ ഇന്ത്യയിൽ കൂടുന്നത്.
അപ്പം എന്ത് ബിസിനസ് ചെയ്താലും ലാഭം ഉണ്ടാവത്തില്ല. അതിനേക്കാളും നല്ല ഇത്രയും ലാഭം ഉണ്ടാവത്തില്ല. അപ്പം അതിനേക്കാളും നല്ലത് ഈ പണം ഇത് വിറ്റിട്ട് അതിന് ഇഷ്ടംപോലെ പണം കിട്ടി, എന്നിട്ടത് ജൂപിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അവർ വാങ്ങുന്നു, സുവർണ ന്യൂസ് ചാനൽ തുടങ്ങുന്നു, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റിസോർട്ടുകൾ തുടങ്ങുന്നു. ഇതാ ഉണ്ടായത്. ഇതിനെ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം എന്ത് പറഞ്ഞാലും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, ഇത് ഡോക്യുമെൻ്റഡ് ആണ്. അത് അദ്ദേഹം ആ പൊളിറ്റിക്സിൽ വന്നു കഴിയുമ്പോൾ ഇത് ഇഷ്യൂ ആകും നാച്ചുറലായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കള്ളെന്ന് പറയുമ്പോൾ ഞാൻ കള്ളനല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരാളെ കള്ളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പരിപാടി കാണിച്ചിട്ട് മറ്റൊരാളെ കള്ളനാണ് കുള്ളനാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ഇതാണ് അതിൻ്റെ സ്വാഭാവികമായ ചോദ്യവും അതിൻ്റെ ഉത്തരവും. പിന്നെ കേരളത്തിലെ BJPക്കാർക്ക്, പ്രത്യേകിച്ച് RSSകാർ, കാരണം കേരളത്തിലെ വലിയൊരു ശതമാനം BJP ലീഡേഴ്സ് RSSൽ നിന്ന് വന്നവരാണ്. അവരൊരു കാരണവശാൽ നോൺ RSSുമായിട്ട് ബന്ധപ്പെട്ടവരെ അടുപ്പിക്കാറില്ല. അതിൻ്റെ അത് എത്രയോ പല കോൺഗ്രസിൻ്റെ നേതാക്കൾ BJP പോയിട്ട് അവർക്ക് ഈ പറയുന്ന മോദിയായിട്ടും അമിത്ഷായുമായിട്ടും നല്ല ബന്ധമുണ്ടായിരിക്കും. പക്ഷെ RSSൻ്റെ കേഡേഴ്സും അതിനകത്തുനിന്ന് വന്നവർ ഇവരെ കൂടുതലായിട്ടൊന്നും അടുപ്പിക്കത്തില്ല, പലരും ഒതുക്കി കളയും. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം, അദ്ദേഹം MP ആയിട്ട് ഈ ദേവഗൗഡയുടെ പാർട്ടി പണം കൊടുത്താണ് MP ആയെന്നുള്ളത് അന്നൊക്കെ ഉണ്ടായിരുന്ന വലിയ വിഷയമാണ്. അതിൻ്റെ അകത്ത് മാറി. അല്ലാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നിയമസഭയിൽ ഇത്രയും സീറ്റ് പിടിച്ചിട്ട് രാജ്യസഭ MP ആകാൻ പറ്റുന്നത്? ഇദ്ദേഹത്തിന് പഴയ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ചരിത്രമുണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു ബിസിനസ് മാനും ടെക്നോക്രാറ്റും ആയിരുന്നു. അപ്പം അന്നും ഈ പണം ഉപയോഗിച്ചാണ് അവിടെ പൊളിറ്റിക്കൽ ഈ പറയുന്ന രാജ്യസഭ ആയിരുന്ന സംഭവം. അന്നും ഈ കർണാടക പത്രങ്ങളിലും പല നാഷണൽ ഡെയിലീസിലൊക്കെ വന്ന ഇഷ്യൂ തന്നെയാണ്. ഇപ്പം ഇത് രണ്ടാമത് കുത്തിപ്പോക്കാനുണ്ടായ കാര്യം, അതായത് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലെ BJPക്കാരൻ ഈ പറയുന്ന അലിഗേഷൻ ഉന്നയിച്ച അഡ്വക്കേറ്റാണ് മറ്റുള്ളവരെയും വലിയ രീതിയിൽ സ്വാധീനിച്ച്, നിങ്ങൾ മനസ്സിലാക്കോ, ഫേക്കായിട്ട് പല ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള പത്രക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്ന BJPക്കാർ തന്നെ. ഇതിൻ്റെ അകത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനും വലിയ റോളൊന്നുമില്ല. കേരളത്തിലെ മുതിർന്ന 2 പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സാണ് BJPയുടെ, സുരേന്ദ്രനാണെങ്കിലും മുരളീധരൻ. അവരാണ് ബേസിക്കലി രാജീവ് ചന്ദ്രശേഖരൻ ഈ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അവർ പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുമോ, ഞാൻ അവരാണ് എതിർക്കുന്നതെന്നല്ല പറയുന്നത്. നിങ്ങളതൊക്കെ ഫെയർലി യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ആരാണ് ഡൂയിങ്, ആരാണ് ബിഹൈൻഡ്. അല്ലാതെ ഇതിൻ്റെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയോ ചാനലിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ രാജീവിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, കേരളത്തിലെ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് റൺ ചെയ്യാൻ ഇത്ര കോടി രൂപ ഒരു മാസം ചെലവുണ്ട്. സത്യമാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി റൺ ചെയ്യാൻ ശരിക്കും പണം ആവശ്യം. സത്യമാണ് പറഞ്ഞത് കാര്യം. പക്ഷേ രാജീവിനെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കേരളത്തിലെ കേഡേഴ്സുമായിട്ടോ ആരൊക്കെയാണ് പാർട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് മുതലാളിമാരും, അതായത് പണം കൊടുക്കുന്നവരും, ഇവരുമായിട്ടൊന്നും നേരിട്ടുള്ള കണക്ഷൻ പുള്ളിക്കില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്നവർ പല ആൾക്കാർ ഈ ഗ്രാസ് റൂട്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അറിയൂ കേരളത്തിലെ BJP ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് പണം കിട്ടുക എന്നുള്ളത്, പണം ഉണ്ടാക്കുക. അല്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ഇറക്കി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ റൺ ചെയ്യാൻ വലിയ പാടാണ്, നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ചിലപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം പാർലമെന്റ് ഇലക്ഷൻ്റെ അകത്ത് ഫണ്ട് സ്വയമായിട്ട് മുടക്കാൻ സാധിച്ചു കാണും, കാരണം കയ്യിൽ പണമുണ്ട്. പക്ഷേ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, 2024 അസംബ്ലി ഇലക്ഷനിലൊക്കെ എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത്? കാരണം പാർട്ടി ഇലക്ഷൻ ഫേസ് ചെയ്യുവാണ്. അപ്പം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഈ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോസ്റ്റ് അല്ല. അതിനേക്കാൾ ഉപരി എല്ലാ കമ്മ്യൂണിറ്റി, എല്ലാ ആൾക്കാരെയും, ഇടഞ്ഞു നിൽക്കുന്നവരെയും വലിഞ്ഞു നിൽക്കുന്നവരെയും അവിടെ നിൽക്കുന്നവരെയും ഇവർ നിൽക്കുന്നവരെയും അവരെയൊക്കെ സംസാരിപ്പിച്ചും കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്നതാണ് പാർട്ടി പ്രസിഡന്റിൻ്റെ ഏറ്റവും വലിയ കടമ. അതിനകത്ത് രാജീവ് ഫെയിലിയറായി. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ BJPക്ക് തുറന്നു കിട്ടിയ ഒരു ഇഷ്യൂ ആണ് 2024 പാർലമെന്റ് ഇലക്ഷനിൽ
BJP നല്ല പോലെയാണ് പെർഫോം ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ഗ്രാഫ് എടുത്ത് നോക്ക്, നിലമ്പൂർ ഇലക്ഷൻ, മറ്റു പല ഗവൺമെൻറ്റിനെതിരെ, അതായത് CPM പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ കിട്ടിയ വലിയ വലിയ ചാൻസുകളുണ്ട്. ഇതെല്ലാം ഫ്ലോപ്പായിപ്പോയി. അതായത് ശബരിമലയിലും പോറ്റിയുടെ സ്വർണമോഷണം, ഇതൊക്കെ എവിടെയും കൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ല. സോഷ്യൽ മീഡിയയ്ക്കുള്ള ആ ഒരു തള്ളിനൊരു പരിമിതിയുണ്ട്, എപ്പോഴും പരിമിതിയുണ്ട്. എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഇപ്പോൾ വലുതായിട്ട് കൂടുതൽ ആശ്രയിക്കുന്നില്ല? അതിൻ്റെ കാര്യം അറിയാം ബേസിക്കലി. കാരണം അവർക്കറിയാം BJPയെയും മോദിയെ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയാണ്. പക്ഷെ 11 വർഷം കഴിയുമ്പോൾ ഇതേ സോഷ്യൽ മീഡിയ BJPക്കെതിരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുമോ? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സാധനം വരട്ടെ, സോഹോ വരട്ടെ, അവരുടെ സെർച്ച് എഞ്ചിൻ വരട്ടെ, ഇത് വരട്ടെ, കുന്തം വരട്ടെ, കുടച്ചക്രം വരട്ടെ എന്നും പറഞ്ഞ് നിൽക്കുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് മറ്റൊരു ഭാഗം. അതായത് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇന്ന് BJPക്ക് കേരളത്തിൽ ഒരു മുൻതൂക്കമുണ്ട് സോഷ്യൽ മീഡിയയിൽ, കറക്റ്റായ സംഭവം. പക്ഷെ ഗ്രാജുവലായിട്ട് അതിനകത്തുള്ള BJPയുടെ ലീഡേഴ്സ് തന്നെ ഇതേപോലെ BJP ക്യാമ്പയിൻ, അതായത് സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, ഇതിൻ്റെ ഒത്തിരി സിമ്പതൈസേഴ്സ് ഉണ്ട് BJP. അതായത് ഞാനും ഒരു സിമ്പതൈസർ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടതും വലതും മാത്രമല്ല ഭരിക്കേണ്ടത്, ഭരിക്കുക മാത്രമല്ല ശക്തിയായിരിക്കേണ്ടത്. ഇതിനകത്തൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉണ്ട്. സെൻട്രൽ ഒരാൾ വേണം ശക്തമായിട്ട് അത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ സാബു ജേക്കബിനെയും പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ BJPയെയും പിന്തുണയ്ക്കുന്നത്. ഒരു സെറ്റൻ ലെവൽ കഴിഞ്ഞാൽ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കാരണം അവർ ചില കാര്യങ്ങളിൽ അവർ ഈ പറയുന്ന പലതും ബ്ലണ്ടറാണ് പറയുന്നത്. ബ്ലണ്ടർ മാത്രമാണ് പറയുന്നത്. അതിനെ എതിർത്ത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് പല ഇഷ്യൂ ഉണ്ട്. ഇത്രയും ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നു, മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നു, വിദേശത്ത് പോകുന്നു. കേരളത്തിൽ ചെറുപ്പക്കാരില്ലാതാകും എന്നുള്ള യഥാർത്ഥ സത്യമാണ്. ഇന്നും അതിനെപ്പറ്റി ഒരു സംഘടിതമായിട്ട് BJPക്ക് ഇത് തുറന്നു കാട്ടാൻ, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും നല്ല പോസിബിൾ ഓപ്ഷനുള്ള BJPക്ക് അവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട്. കേരളത്തിൽ കറപ്ഷൻ ഒരു ഇഷ്യൂ അല്ലേ? ഇഷ്യൂ ആണ്. അത് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ, കേരളത്തിലെ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതുപോലൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ലീഡേഴ്സ് അല്ല, കറപ്റ്റഡാണ്. അതിനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഇന്ന് വരെ ഭരണത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ. വന്നാൽ ഏതാണ്ട് ഉഴുതുമറിക്കുമെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രവർത്തന ശൈലി തന്നെയാണ്. അതായത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ എത്ര നാൾ മുസ്ലിംസിനെതിരെ പറയാൻ പറ്റും? ഒരു പരിധി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എത്ര നാൾ അയോധ്യയെ പറ്റി കേന്ദ്ര ഗവൺമെൻറ്റും BJP പറഞ്ഞു? ഒരു പരിധി കഴിഞ്ഞാൽ പണി തീർന്ന് അത് പറയാൻ പറ്റത്തില്ല. എത്ര നാൾ പാകിസ്ഥാൻ മുസ്ലിംസ് എന്ന് പറയാൻ പറ്റും? അതിനൊക്കെ പരിധിയുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ BJPക്കും രാജീവിനും കഴിഞ്ഞിട്ടില്ല. അത് രാജീവിന് കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അതിനകത്തുള്ള പാർട്ടിക്കകത്ത് അടിയും പിടിയും ബഹളവും ഇന്ന് വരെ ഭരണത്തിൽ വന്നിട്ടില്ല. എന്നിട്ടാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ട് ഓരോ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കൊന്ന് രാജീവ് ഭയങ്കര ഇമോഷനായിട്ടുള്ള കക്ഷിയാണ്. അതാണ് രാഷ്ട്രീയത്തിൽ ഈ ഇമോഷൻസൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് രാഷ്ട്രീയത്തിൽ. ഒരു മീഡിയ ഒരു സംഭവം കൊണ്ടുവന്നു, അവരോട് സംസാരിക്കത്തില്ല, ഞാൻ ഇവരോടെ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. അതായത് ഹിമാലയൻ ബണ്ടറാണ്. യു ഹാവ് ടു ഫേസ് ദം. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കണം. ഇഷ്ടംപോലെ ആൻസറുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിന് ഒരു കാര്യം ചോദിച്ചാൽ 10 ഉത്തരം കൊടുക്കാൻ പറ്റും. അവരാണ് പൊളിറ്റീഷ്യൻസ് ആവുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് എല്ലാം സീസണലായിരിക്കണം. ഒരു ടെക്നോക്രാറ്റ് ടേൺ, ബിസിനസ്മാൻ ടേൺ പൊളിറ്റീഷ്യൻ. പല കാര്യങ്ങളും പഠിക്കണം. അതിനൊക്കെ പഠിക്കാൻ ട്രംപിനെയാണ് നോക്കി പഠിക്കേണ്ടത്. ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും. അയാളുടെ ഇത് ഗ്ലോബിൽ അയാൾ ഭയങ്കരമായിട്ട് അയാളുടെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്.
ഞാൻ ആ രീതി പോകാനല്ല പറയുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ, അതായത് അവിടെ ഇവിടെയും തുടർന്ന് നിൽക്കുന്ന പല ആൾക്കാരും BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം ആവശ്യമാണ് പല കാര്യങ്ങളിലും. അപ്പം അവിടെ കാര്യമായ ഒരു തേരോട്ടം ഉണ്ടാക്കാനും വേവ് ഉണ്ടാക്കാനും, അതായത് 2024 പാർലമെന്റ് ഇലക്ഷൻ ശേഷം കേരളത്തിലെ BJPക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അപ്പം അതിനെ വോട്ടായിട്ട് മാറ്റാൻ വേണ്ടി രാജീവിൻ്റെ കൂട്ടറിനും കഴിഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ അയാളുടെ കൂടെയുള്ള പാർട്ടി ലീഡേഴ്സിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവരിപ്പോഴും വിശ്വസിക്കുന്ന ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും കിടന്ന് തള്ളും കഴിയുവാണെങ്കിൽ എല്ലാ കാര്യം അതായത് അതിനകത്തൊരു പുല്ലും നടക്കത്തില്ല. സോഷ്യൽ മീഡിയ നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, സീരിയസ് ആയിട്ട് കാണുന്നവർക്കറിയാം, അതിൻ്റെ അകത്ത് 60 മുതൽ 65% ഫേക്ക് ഐഡിയ എന്ന് ഇതെല്ലാം വരുന്നത്, ജെന്യുവനായിട്ട് വരുന്നതൊന്നുമല്ല. അപ്പോൾ ഈ ഫേക്കും ജെന്യുവനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒരു അഡ്മിനായിട്ടൊരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല ആൾക്കാർക്കും അറിയാതെ എവിടുന്ന് വരുന്നത്, എങ്ങനെ വരുന്നത്, ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതായത് പറയാൻ പോകുന്ന ബേസായിട്ട് മാസീവായിട്ട് ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കണം. ഇതേപോലെയുള്ളൊരു സ്കാം ഇത് പുറത്തു വന്നു കഴിയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്, അല്ലാതെ ഓടി മറിഞ്ഞു പോകാനല്ല. മനസ്സിലാക്കുക, ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന BJPയുടെ അകത്തുനിന്ന് തന്നെ ആ നേതാക്കൾ തന്നെയാണ് രാജീവിനെതിരെ ഓരോ സാധനം കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത്. രാജീവിനെ താറടിച്ച് ഇവിടുന്ന് ഓടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് വലിയൊരു കള്ളനായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇതേപോലെയുള്ള തരികടയും പരിപാടിയായിട്ടൊക്കെ ഇറങ്ങിയത്. ഏതായാലും രാജീവ് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി ആദ്യം പൊളിറ്റിക്കൽ ഗ്രാസ് റൂട്ട് ലെവൽ ട്യൂഷൻ ക്ലാസ്സിന് പോയി പഠിക്കണം. അതായത് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. BJPയുടെ താഴേക്കടയാണെങ്കിൽ സിമ്പതൈസേഴ്സ്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ. പെട്ടെന്ന് സംഭവം ഇമോഷണലായിട്ട് ഞാൻ അവരോട് സംസാരിക്കത്തില്ല, ഞാൻ ഇവരോട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ സംശയം ഓരോന്നായിട്ട് കൂടി വരും. അത് രാജീവിനെ മാത്രമല്ല ടാർണിഷ് ചെയ്യുന്ന കേരളത്തിലെ BJPയും ടാർണിഷ് ചെയ്യും. വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ സാധാരണക്കാരായിട്ടുള്ള BJP സിമ്പതൈസേഴ്സും അനുഭാവികളും, അപ്പം അവരുടെ ലൈഫിനെ പോലും ബാധിക്കുക, അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസം കാര്യങ്ങൾ പോകുന്നത്. കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്ന കാര്യം, ഇത്രമാത്രം സംഭവങ്ങൾ ഓരോന്നായിട്ട് കേരളത്തിലെ BJPക്ക് കിട്ടിയിട്ട് പോലും അതിനെ ഒന്നും മുതലാക്കാൻ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള BJPക്ക് കഴിയുന്നില്ല. അതായത് BJPയുടെ പ്രശ്നമാണോ, അവരുടെ കേഡേഴ്സിൻ്റെ പ്രശ്നമാണോ, RSSൻ്റെ പ്രശ്നമാണോ, ഇതൊന്നും അവിടെ പോയി റെക്ടിഫൈ ചെയ്യാൻ പോലും രാജീവിന് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.